Once again, welcome back to another episode of SU Vision. SU Visionൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹൈബൈറ്റ് എന്ന കമ്പനിയുടെ പ്രൊഫഷണൽ ഡ്യുവൽ UHF ഡൈനാമിക് വയർലെസ് മൈക്കാണ്. ഡൈനാമിക് വയർലെസ് മൈക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണിത്. ഹൈബൈറ്റ് എന്ന കമ്പനി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്കിനകത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും റെക്കോർഡിംഗ് ക്വാളിറ്റി ആണെങ്കിലൊക്കെ ഇതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ബെറ്റർ ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് അൺബോക്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു വീഡിയോ മേക്ക് ചെയ്യുന്നത് തന്നെ അത്യാവശ്യം ഏകദേശം 2000 രൂപയ്ക്ക് അടുത്ത് വന്നിട്ടുണ്ട്. 2000 രൂപയുടെ അടുത്ത് ഷിപ്പിംഗ് അടക്കം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയപ്പോൾ ഇതിന് ചാർജ് വന്നിട്ടുണ്ട്. ഏകദേശം UHF എന്ന ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടാണ് അത് വയർലെസ് ആയിട്ട് കണക്റ്റായിട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഏകദേശം ഒരു 50 തൊട്ട് 80 മീറ്റർ വരെ ലൈൻ ഓഫ് സൈറ്റിൽ 50 മീറ്റർ തൊട്ട് 80 മീറ്റർ ഒരു 50-65 മീറ്ററൊക്കെ സുഖമായിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് സംസാരിച്ചാലും ഇത് കട്ടാവില്ല, വോയിസ് കട്ടായി പോകുന്നില്ല, റെക്കോർഡിങ് കട്ടായി പോകുന്നില്ല. അതെങ്കിൽ മൈക്കിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ നമുക്കിത് കട്ടായി പോകുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 65, 50, 55, 60 ആ ഒരു ലെവലിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും മറ്റ് പ്രോഗ്രാമുകൾക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റിസീവറുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇത്ര വരെ കീപ്പ് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ഇത്ര ഡിസ്റ്റൻസിൽ തന്നെ ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഹൈബൈറ്റിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്യുവൽ UHF ഡൈനാമിക് വയർലെസ് മൈക്കിൻ്റെ ഇതിൻ്റെ കൂടുതൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത് എന്തിന് ഞാൻ വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശം, എൻ്റെ വീട്ടിലൊരു ഹോം തിയേറ്റർ ഉണ്ട്. ആ ഹോം തിയേറ്ററിന് ഈ പറഞ്ഞ പോലെ മൈക്ക് കണക്ട് ചെയ്ത് നമുക്ക് കരോക്കെ പാടാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വയർലെസ് മൈക്ക് വാങ്ങിയത്. പക്ഷേ ഇത് എങ്ങനെയാണ് നമ്മുടെ സാധാരണ വീട്ടിൽ കിടക്കുന്ന പഴയ ഹോം തിയേറ്ററിൽ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ അടുത്ത് ഞാൻ വരുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ. അതായത് ചില ഹോം തിയേറ്ററിൽ ഡയറക്റ്റായിട്ട് ഈ മൈക്കിൻ്റെ പോർട്ട് കണക്ട് ചെയ്യേണ്ട പോർഷൻ ഉണ്ടാവും ചില ഈ ഹോം തിയേറ്ററുകളിൽ. ചില ഹോം തിയേറ്ററുകളിൽ അത് ഉണ്ടാവില്ല. അതിനകത്ത് വെറും ഓക്സ് ഇൻപുട്ട് മാത്രമായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഓക്സ് ഇൻപുട്ട് വഴി നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് ജസ്റ്റ് ഒരു മിക്സറും കൂടി തന്നെ നടുക്ക് വെച്ച് കൊടുക്കണം. അത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ, കണക്ടിവിറ്റി വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മേജറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിക്സർ യൂസ് ചെയ്ത് നമുക്ക് പാട്ട് റെക്കോർഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, സൗണ്ട് റെക്കോർഡ് ചെയ്തെങ്കിലും പാട്ടുകൾ കരോക്കെ റെക്കോർഡ് ചെയ്ത് നമ്മൾ പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിന് മിക്സർ യൂസ് ചെയ്യാം. ചെറിയ പൈസയേ ഉള്ളൂ മിക്സറിന്, വലിയൊരു പൈസയൊന്നും ആയിട്ടില്ല. ചെറിയ നോർമൽ മിക്സറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇത് മിക്സറിലോട്ട് കണക്ട് ചെയ്യുന്നു. മിക്സറിൽ നിന്ന് ഹോം തിയേറ്ററിലോട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പഴയ മൂലക്ക് കിടക്കുന്ന ഹോം തിയേറ്ററിനെ ഒന്ന് പൊടി തട്ടി ഉഷാറാക്കി കരോക്കെ പാടാനും പരിപാടികൾക്കും ഒക്കെ ആയിട്ട് എടുക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ബോക്സിൽ ഇതിനകത്ത് അൺബോക്സ് ചെയ്യുമ്പോൾ ഈ ബോക്സിൽ വരുന്ന 2 മൈക്രോഫോൺ ഓൾറെഡി നമ്മൾ കണ്ടു. അതിൻ്റെ കൂടുതൽ റിസീവർ കാണാം. നമ്മൾ ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസീവർ ഇതിൻ്റെ കൂടുതൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കണക്റ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വരുന്നത് മറ്റൊരു സാധനമാണ്, ഒരു മൈക്കിൻ്റെ സ്പോഞ്ച് എന്ന് പറയും. മൈക്ക് സ്പോഞ്ച്, അതായത് ഈ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ഉമിനീരൊന്നും ഈ മൈക്കിൽ പറ്റി പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ടാണ് ആ ഒരു സ്പോഞ്ച് ഒരു പ്രൊട്ടക്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് കണക്ടർ എന്ന് പറയുന്നത് നമുക്ക് 6.35 mm ഓഡിയോ ജാക്കിൽ നിന്നും 3.5 mm ഓഡിയോ ജാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഇതിൻ്റെ കൂടുതലുള്ളത്. അതും എടുത്ത് പറയേണ്ട ഒരു ഇത് തന്നെയാണ്. നമുക്ക് 6.35 mm ആയിരിക്കും ശരിക്കും ആംപ്ലിഫയറുകളൊക്കെ ഉണ്ടാവുക. പക്ഷേ നമുക്ക് 3.5 mm ആയിരിക്കും ഓഡിയോ മിക്സറുകളിലൊക്കെ ഉള്ള ഓഡിയോ ജാക്ക്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഈ ഒരു റിസീവറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു കണക്ടർ ആവശ്യമായിട്ട് വരും. അതിൻ്റെ കൂടുതൽ കമ്പനി കൊടുക്കുന്നുണ്ട്. പിന്നെ ചാർജിങ് കേബിൾ, ജസ്റ്റ് ഒരു USB കേബിൾ ഇതിൻ്റെ കൂടുതൽ കൊടുക്കുന്നുണ്ട്. നോർമലായിട്ട് നമുക്ക് നമ്മുടെ സാധാ മൊബൈൽ ചാർജർ യൂസ് ചെയ്തുകൊണ്ട് Type-C ഉള്ള മൊബൈൽ ചാർജർ യൂസ് കൊണ്ട് നമുക്കിത് റീചാർജ് ചെയ്യാം, ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ബാറ്ററി മാറ്റിയിടേണ്ട ആവശ്യമില്ല, അത് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് ടോട്ടൽ 5 സെൽസ് വരുന്നുണ്ട്. ബാറ്ററി എന്ന് പറയാൻ പറ്റില്ല, ബാറ്ററിയുടെ സെല്ല് 5 എണ്ണം പറയാം. 1200 mAh ലിഥിയം അയൺ ബാറ്ററീസാണ് വരുന്നത്. അങ്ങനെ 5 എണ്ണം, 3 എണ്ണം ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ബിൽഡായിട്ട് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 എണ്ണം എക്സ്ട്രായും കൊടുത്തിട്ടാണ്. ടോട്ടൽ 5 എണ്ണം ഉണ്ട്. നമുക്ക് മാറ്റി ചാർജ് ചെയ്ത് മാറ്റി യൂസ് ഇടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ടോട്ടൽ 5
സെൽസിനകത്ത് വരുന്നുണ്ട്. ഞാൻ അതുപോലെ പറഞ്ഞാൽ 50 മീറ്റർ തൊട്ട് 80 മീറ്റർ വരെ ഡിസ്റ്റൻസ് ലൈൻ ഓഫ് സൈറ്റ് സ്ട്രേറ്റ് ആയിട്ടായിരിക്കും. ലൈൻ ഓഫ് സൈറ്റിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര ഡിസ്റ്റൻസിൽ നമുക്കിത് പരിപാടികൾ അവതരിപ്പിച്ചാലും ഇത് കട്ടായി പോകുന്നില്ല. 7 മണിക്കൂറാണ് ഇതിനകത്ത് വർക്കിംഗ് ടൈം, കണ്ടിന്യൂസ് വർക്കിംഗ് ടൈം 2 മൈക്കിനും വരുന്നത്. 7 മണിക്കൂർ നമുക്കിത് ഫുൾ ചാർജ് ആണെങ്കിൽ കണ്ടിന്യൂസ് വർക്കിംഗ് ടൈം വരും. 4 മണിക്കൂർ ചാർജിങ് ടൈമും ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റീസ്, ഫീച്ചേഴ്സൊക്കെ. അപ്പോൾ ഇത് എങ്ങനെ ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള അടുത്തൊരു മിക്സർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് സാധാരണ നോർമൽ ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ.